ഹായ് പ്രിയപ്പെട്ട ന്യൂസിലാൻഡ് ജനതയെ, കേരളത്തിന്റെ ഇങ്ങേ അറ്റത്തു നിന്നും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഇത് മറ്റൊന്നിനുമല്ല, നിങ്ങൾ കാണിച്ച അർത്ഥവത്തായ ഈ നിലപാടുകൾക്ക്, നിങ്ങൾ കാണിച്ച മഹത്തായ ഈ മാതൃകകൾക്ക് സല്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ മനോഹരമായ ന്യൂസിലാൻഡിന്റെ ഇടപാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭീകരനായ കൊടുംഭീകരനായ ഒരു വെള്ള വർഗവെറിയൻ ഒരു മനുഷ്യൻ പള്ളിയിൽ ആരാധനക്ക് പോയ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്കിടയിൽ തുരുതുരെ തോക്ക് പ്രയോഗിച്ചപ്പോൾ 50 മനുഷ്യരാണ് പിടഞ്ഞു വീണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പ്രശ്നം അവിടെയൊന്നുമല്ല നിലനിൽക്കുന്നത്. ഒരാൾ വെടിവെച്ചതുകൊണ്ട് ലോകത്തൊരാദർശത്തെയും ഒരാശയത്തെയും നശിപ്പിക്കാൻ കഴിയില്ലെന്ന് നമ്മൾക്ക് തീർച്ചയായും അറിയാം. പിന്നെ എന്താണ് സംഭവം? അതിനെ ഡീല് ചെയ്തതിന്റെ രീതിശാസ്ത്രമാണ് ന്യൂസിലാൻഡ് എന്ന ജനത ഒരുമയോടുകൂടെ ലോകത്തിന് സമ്മാനിച്ച മഹത്തായ ഒരു പാഠം. ആ പാഠം മനോഹരറിയൽ നിർബന്ധമല്ലേ കൂട്ടുകാരെ? നമ്മളിന്ന് കൊച്ചു കേരളത്തിൽ നിന്ന് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നിരവധി മെസ്സേജുകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ വലിയ വലിയ നേതാവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഈ ഒരു ആക്രമത്തെ കൃത്യമായി ആസൂത്രിതമായി ഒരു മതവിഭാഗത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി, അവരെ ഹറാസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ ലോക ജനത മുഴുവനായും ഒന്നുചേർന്ന് നിലനിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെയും ചാണകപ്പുഴുവായി ചില മാറിയെന്നത് യാഥാർത്ഥ്യവുമാണ്. ന്യൂസിലാൻഡിലെ മഹത്തായ ജനതയും അതോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട, നമുക്കൊക്കെ പ്രിയപ്പെട്ടവളായി തീർന്ന ഒരു പ്രധാനമന്ത്രി ജസിന്ത ആർഡേണും ചേർന്ന് ഒരു രാജ്യത്തെ മനോഹരമായി മുന്നോട്ട് നയിക്കുന്നു. ഇന്നലെ നടന്ന, ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്നലെ നടന്ന ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ അവർ അഭിസംബോധനം ചെയ്തത് അസ്സലാമു അലൈക്കും എന്ന സമാധാനത്തിന്റെ വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് അവർ ആദരമർപ്പിക്കുന്നതിന് ഒരു പുതിയ രീതിശാസ്ത്രം സമൂഹത്തെയും ലോകത്തെയും പഠിപ്പിച്ചു കൊടുത്തു. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിലെ ഒരു വാക്യം മനോഹരമായി ഉരുവിട്ടുകൊണ്ടായിരുന്നു. അതിങ്ങനെയാണ്: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. These verses are called the verses of patience, which provide comfort and reassurance. Here is the translation of these verses. O all who believe, ask for help with patience and prayers. Verily, God is with people who are patient. ഈ പറഞ്ഞ സൂക്തങ്ങളുടെ അർത്ഥമെന്ന് പറയുന്നത്, മനുഷ്യ, നീ ക്ഷമാലുവായിരിക്കണം, പരീക്ഷണങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തുകയും എന്നാൽ കൂട്ടക്കുരുതിക്കിരയായി മരണപ്പെട്ടവരെന്നും വെറുതെ മരിച്ചുപോയവരില്ലെന്നും അവർക്ക് സ്വർഗസ്ഥരാണെന്നുള്ള സന്തോഷ വാർത്ത ഒരു ജനതയെ ഒന്നാകെ ഒരു പാർലമെന്റിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. അതിനർത്ഥം സംയമനത്തിന്റെ അങ്ങേ വാതിലും തുറന്നു വെച്ചിരിക്കുകയാണ് ഒരു സമൂഹം മുഴുവനും, ഒരു രാജ്യം മുഴുവനും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനിടയിൽ ജസിന്ത ആർഡേൺ പറഞ്ഞ മനോഹരമായ ഒരു വാക്യമുണ്ട്: നമുക്ക് കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വിളിക്കാം. ഭീകരനായ, കൊടുംഭീകരനായ, തീവ്രവാദിയായ, വെള്ളവെറിയനായ ഒരു മനുഷ്യന്റെ പേര് നമുക്ക് ഉച്ചരിക്കാതിരിക്കാം. അവൻ ഭീകരനായി തന്നെ ചിത്രീകരിക്കപ്പെടട്ടെ എന്ന് സമൂഹത്തോട് പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തെ ആസ്ട്രേലിയയിലേക്ക് നാടുകടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഈ ന്യൂസിലാൻഡ് അവർക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമുണ്ട്. അത് ഈ രാജ്യത്തിന്റെ നിയമ നടപടികളാണെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചൊരു പ്രധാനമന്ത്രി. ഞാൻ കൊതിച്ചു പോകുന്നത് എപ്പോഴാണ് നമ്മുടെ നാടുകളിലും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിമാർ രൂപം കൊള്ളുക? എപ്പോഴാണ് നമ്മുടെ നാടുകളിലും ഇങ്ങനെ ഒരു നേതാക്കന്മാർ രൂപം കൊള്ളുക എന്നതിനെ കുറിച്ചാണ്. കൂട്ടുകാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആശയാദർശങ്ങളെ വിശ്വസിക്കുന്നവരെ മാത്രം സേവിക്കുന്നവരായി ലോക ജനതയുടെ വലിയൊരു നേതൃനിര മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്
വേറിട്ട കാഴ്ചകൾ ഒരുക്കി, വേറിട്ട അനുഭവങ്ങൾ പകർന്ന്, വേറിട്ട നേതൃശൈലി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജസിന്ത മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു മാതൃകയാണ്. ന്യൂസിലാൻഡ്, നിങ്ങൾ ഈ ലോകത്തിന് പകർന്നു നൽകിയ മനോഹരമായ ഒരു സ്നേഹത്തിന്റെ സന്ദേശമുണ്ട്. ന്യൂസിലാൻഡ്, നിങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച മനോഹരമായ ജീവിത പാഠങ്ങളുണ്ട്, ആശയ സംഹിതകളുണ്ട്. അത് ഞങ്ങൾ നെഞ്ചേറ്റു വാങ്ങുകയാണ്. നിങ്ങൾ അർപ്പിച്ച പൂക്കളുകളും നിങ്ങൾ അർപ്പിച്ച സ്നേഹവും നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച സകലതും ഈ ലോകത്തിന് മുഴുക്കയും വലിയ മാതൃകകളായി ഞങ്ങൾ കൊണ്ടു നടക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. കാരണം ഒരു സമൂഹത്തിനെതിരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടെ ഒരാൾ ആക്രമണം നടത്തിയപ്പോൾ പഴിചാനലുകളും പഴിക്കലുകളും നിർത്തിവെച്ച് ഒരു സമൂഹത്തോട് ഒന്നു ചേർന്ന് നിലനിന്ന് അവരുടെ വേദനകളെ മനസ്സിലാക്കി നെഞ്ചോട് ചേർത്ത് അവരോടൊപ്പം കൂടി നിന്ന നിങ്ങൾ ഈ മനുഷ്യർക്ക് സമ്മാനിച്ച മനോഹരമായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ലോകത്തൊക്കെയും വെള്ളരിപ്രാവുകളായി പറക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ലോകത്തെ കൊതിപ്പിക്കുന്ന, ഞങ്ങളുടെ മനസ്സുകളെ ത്രസിപ്പിക്കുന്ന നിങ്ങളുടെ നാട്, അത് ഞങ്ങൾക്കെന്നും മാതൃകയാണെന്ന് മാത്രം സ്നേഹപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. സ്നേഹപൂർവ്വം ജാഫർ മണി.